എല്ലാവർക്കും ഐസക് അന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. HSST എക്കണോമിക്സ് സെറ്റ് നെറ്റ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എക്കണോമിക്സിന് മറ്റൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ് ഈ ചാനലിലൂടെ നൽകുന്നത്. Today we get more importance to quantitative part of economics or mathematical part of the economics. So today's class discuss about one of the portions in quantitative economics, that is probability distributions. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ഇക്കണോമിക്സിൻ്റെ ചില ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ടോപ്പിക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്ട് ഈസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ? It is the possible outcomes of random experiment associated with the respective probabilities. Probability distribution deals with the possible outcomes of random experiment associated with their respective probabilities. Then first one, binomial distributions. What is binomial distribution? Binomial distribution is a discrete probability distribution. Binomial distribution is a discrete probability of distribution, that is a random experiment conducted and there are two possible outcomes, success and failure, and experiment conducted infinite number of times, and we calculate that probability, that is known as binomial distribution, that is n cx p raised to x q raised to n minus x. What is n? N is the number of trials, that is there will be finite. In the case of finite number of trials, that we used binomial distributions. What is x? X denotes the probability, the success denotes success, the outcome of random variable. That is what is p? Probability of success, and what is q? Probability of failure. നമ്മൾ ഒരു ഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസിൽ ട്രയൽസ് നടത്തുമ്പോഴത്തേക്കും ഔട്ട്കംസിൻ്റെ പ്രോബബിലിറ്റി ഓഫ് സക്സസും പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയറും കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് വി ഗെറ്റ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ മേജർ ഇമ്പോർട്ടൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ? എപ്പോഴൊക്കെയാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്? ഇത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലോ ചോദിക്കും, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫീൽഡ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ്ഡ് എന്നെല്ലാം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ ഈ കാലഘട്ടങ്ങളിൽ തീർച്ചയായും പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഇപ്പോൾ എക്കണോമിക്സിൻ്റെ ഫീൽഡിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് വെരി യൂസ്ഫുൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് ഇൻ ബിസിനസ്, എസ്പെഷ്യലി ഇൻ ക്വാളിറ്റി കൺട്രോൾ. നമുക്ക് കുറേ ബൾബ്സ് ഉണ്ട്, അപ്പോൾ ഡിഫക്റ്റീവും നല്ല യൂസ്ഫുള്ളും കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ വി യൂസ് ഇൻ ക്വാളിറ്റി കൺട്രോൾ വി യൂസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. Then what are the acceptance of sampling plans? The acceptance of sampling plans, that is എന്താണ് പറയുന്നത്, ഇൻസ്പെക്ഷൻസ് ഇൻ ക്യാരിഡ് ഔട്ട് ഓഫ് സാമ്പിൾ. അപ്പോൾ നമ്മളൊരു സാമ്പിൾ എടുത്തത് അത് ശരിയാണെന്ന് ഇൻസ്പെക്റ്റ് ചെയ്യുന്നതിനായിട്ട്, യൂസ്ഫുൾ സാമ്പിളിംഗ് ആണോ സ്റ്റഡിക്ക് എടുത്തേക്കണ ഇൻസ്പെക്ഷൻ ചെയ്യാനായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അവിടെ യൂസ് ചെയ്യുന്നു. ഇൻസ്പെക്ഷൻ ഓഫ് സാമ്പിളിംഗ് പ്ലാൻസ് വി യൂസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. The distribution also used to compare എന്താണ് observed frequencies or observed frequencies and expected frequencies. Observed frequenciesനെയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസിനെയും കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഏത് ഡിസ്ട്രിബ്യൂഷനാണ് ഉപയോഗിക്കുന്നത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നു. Then what are the situations in which binomial distributions applied? ഏതൊക്കെ സിറ്റുവേഷൻ ഉപയോഗിക്കാം? അവിടെ രണ്ട് ഔട്ട്കംസേ പാടുള്ളൂ, ദർ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ. ദെൻ സെക്കൻഡ് വൺ, നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് ഒരു ഫിനിറ്റ് ആയിരിക്കണം. ദെൻ ഓരോ ഇവൻറ്റ്സും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇതെല്ലാമാണ് ഈ സിറ്റുവേഷനിലെല്ലാം നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാം. അപ്പോൾ നമ്പർ ഓഫ് ട്രയൽസ് ഫിനിറ്റ് ആയിരിക്കണം, രണ്ട് ഔട്ട്കംസ് ആണ് പാടുള്ളൂ, ഔട്ട്കംസ് ഓഫ് സക്സസ് ആൻഡ് ഔട്ട്കംസ് ഓഫ് ഫെയിലിയർ. ദ നമ്പർ ഓഫ് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണമെന്നും നമ്മൾ ഇവിടെ പറഞ്ഞു. ഇനി വാട്ട് ആർ ദ മേജർ പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ? The shape and location of binomial distribution changes with p and for
given number of n. അതായത് shape of the distribution determines as changes in p. The shape and location of binomial distribution changes as p changes. Then binomial distribution has one or two model values. Binomial distribution has one or two model values. Next one, mean of binomial distribution increases as with n increases. Mean of binomial distribution increases as n increases or number of trials increases. Then what is mean calculated in n into p? Mean of binomial distribution is equal to n into p. Then what is standard deviations? That is root of npq. Standard deviation of binomial distribution find out by root of npq. or അപ്പോൾ വേരിയൻസ് എങ്ങനെയായിരിക്കും? npq. വേരിയൻസ് എന്ന് പറയുന്നത് npq ആയിരിക്കും. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ റാൻഡം ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ്ഡ് ഇൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണെങ്കിൽ വി യൂസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ നെക്സ്റ്റ് വൺ ആണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻസ്. who related to Poisson distribution? Simon പോയ്സോണിൻ്റെയാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻസ്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻസ് അപ്പോൾ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇറ്റ് ഈസ് ഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് എന്ന് പറയാം. അപ്പോൾ നമ്പർ ഓഫ് ട്രയൽസ് ഇൻഫിനിറ്റി ആണെങ്കിൽ വി യൂസ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻസ്. Number of trials is very large, but number of success is very small. In the Poisson distribution, the number of success is very small, and it is also called law of improbable events. Law of improbable events എന്നറിയപ്പെടുന്ന ഡിസ്ട്രിബ്യൂഷൻ ഏതാണ്? പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ലോ ഓഫ് ഇംപ്രോബബിൾ ഇവൻറ്റ്സ്. എന്തുകൊണ്ടാണ്? നമ്പർ ഓഫ് ട്രയൽസ് ലാർജ് ആണ്, പക്ഷേ സക്സസ് എന്ന് പറയുന്നത് സ്മോൾ ആണ്. ദെൻ ഇവിടെ മീൻ ഈസ് ഈക്വൽ ടു വേരിയൻസ്. മീൻ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഓർ വേരിയൻസ്. മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എൻ പി. മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എൻ പി. ദെൻ വാട്ട് ആർ ദ മേജർ ഇമ്പോർട്ടൻസ്? ഏതൊക്കെ ഫീൽഡിലാണ് നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത്? നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ്. അപ്പോൾ നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും പിന്നെ നമ്പർ ഓഫ് ഡെത്ത്സ് ഡ്യൂ ടു ദ റയർ ഡിസീസസ്. ഒരു ഹോസ്പിറ്റലിൽ നമ്പർ ഓഫ് ഡെത്ത്സ് ഡ്യൂ ടു റയർ ഡിസീസ്, ഹാർട്ട് അറ്റാക്ക് പോലുള്ള കാർഡിയാക് അറസ്റ്റ് പോലുള്ള ഡിസീസസ് വരുന്ന ഹോസ്പിറ്റലിൽ എത്രയൊക്കെ ഡെത്ത് സംഭവിക്കാം. ആൻഡ് നമ്പർ ഓഫ് ഡിഫക്റ്റീവ് മെറ്റീരിയൽ ഇൻ പാക്കിംഗ്. നമ്പർ ഓഫ് ഡിഫക്റ്റീവ് മെറ്റീരിയൽ ഇൻ പാക്കിംഗ്. ഇത്തരത്തിലുള്ള കേസുകളിലെല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ്? എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വളരെ ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കേണ്ടതാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ continuous probability distributions. Normal distribution is most useful in theoretical distribution than in statistics. Many of the statistical concerning various economic decisions. In many field of economics, we use normal distribution. In the testing of t-test, hypothesis testing, pf test, t-test, score test, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളിലെല്ലാം നമ്മൾ വി യൂസ്ഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. അതുപോലെ സാമ്പിളിംഗ് തിയറിയിലെല്ലാം നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ വാട്ട് ആർ ദ മേജർ പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് മേജർ പ്രോപ്പർട്ടീസ് ആണ്. ദ നോർമൽ കർവ് ഈസ് എ കണ്ടിന്യൂസ് ബെൽ ഷേപ്ഡ് കർവ്. ദ നോർമൽ കർവ് ഈസ് continuous bell shaped curve. It is symmetrical about mean. It is symmetrical about mean. Mean, median and mode are equal for normal distribution. Mean, median and mode are equal for normal distribution. The height of normal curve is maximum at a point mean. The height of, അതായത് നമ്മളിങ്ങനെ ഒരു ബെൽ ഷേപ്ഡ് കർവ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റ് മാക്സിമം എത്തുന്നത് അറ്റ് പോയിന്റ് മീനിലായിരിക്കും. There is only one maximum point that occurs at mean. There is only one maximum point. And the curve then another point, the area under curve normal distributed. അത് ചോദിക്കാവുന്നതാണ്. മീൻ പ്ലസ് ഓർ മൈനസ് സിഗ്മ കവേഴ്സ് 68.27%. മീൻ പ്ലസ് ഓർ സിഗ്മ കവേഴ്സ് 68.27. അപ്പോൾ ഇനി മീൻ പ്ലസ് ഓർ 2 സിഗ്മ കവേഴ്സ് 95.457%.
percentage area. Mean plus or 3 sigma covers 98.73. Mean plus or minus sigma covers 65%. 2 sigma ആണെങ്കിൽ അത് 95%, 3 sigma ആണെങ്കിൽ അത് 98% ആയിട്ടും കവർ ചെയ്യുന്നു. The normal distribution has only one mode. The normal distributions has only one mode. The mean deviation for normal curve is 4/3 sigma. Mean deviation for normal distribution is 4/3 sigma and quartile deviation is 2/3 sigma. 2/3 sigma. Then what are the major importance? Most of the discrete probability distributions tend to normal distribution as n becomes large. N number of trials large ആകുമ്പോഴത്തേക്കും discrete probability distribution normal distribution characteristics വരുന്നു. Then t square distribution, chi-square distributionിലും t test, f test എന്നിവിടങ്ങളിലും നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സാമ്പിൾ സൈസ് ലാർജ് ആവും തോറും അത്തരം കേസുകളിലെല്ലാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന കണ്ടിന്യൂസ് വേരിയബിൾ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ദീസ് ആർ ദ മേജർ കൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോസ്റ്റ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ്. അടുത്ത ക്ലാസ്സിൽ ക്വാണ്ടിറ്റേറ്റീവ് ഇക്കണോമിക്സിൻ്റെ മറ്റൊരു ടോപ്പിക്കുമായി കാണുന്നത് വരെ നമുക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. മാത്രവുമല്ല, നിങ്ങൾ ഈ ഓരോ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിൻ്റെയും പ്രോബബിലിറ്റിയുടെയും പ്രോബ്ലംസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ ക്ലാസ് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാസ് നൽകുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ, ഓൾ ദ ബെസ്റ്റ്.